ലേക്കും ഇപ്പം ഇന്നത്തേക്ക് 2 നോമ്പായ കേട്ടോ. അപ്പോൾ ബാങ്ക് കൊടുക്കേണ്ട സമയം ആവാറായിട്ടുണ്ട്. ഇന്നത്തെ രണ്ടാമത്തെ നോമ്പ് അൽഹംദുലില്ലാ അങ്ങനെ ഇതാ ബാങ്ക് കൊടുക്കേണ്ട ആ സമയം കാത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഞാൻ വരുമ്പോഴേക്കും മക്കൾ രണ്ടാളും കൂടിയിട്ട് ബത്തക്കെല്ലാം കട്ട് ചെയ്ത് മിക്സിയിൽ ജാറിൽ ഇട്ട് വെക്കാം കേട്ടോ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ നോമ്പ് 30 ദിവസം ഈ നന്നാറി ഇട്ടിട്ടുള്ള ഈ ബത്തക്ക ജ്യൂസ്. അത് മാത്രമേ ഞാൻ കുടിക്കൂ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായി. പിന്നെ ഒന്നുമില്ല, ഞാൻ വന്ന് ജസ്റ്റ് ക്രക്കറി നാക്കൽ മാത്രമേ ഉള്ളൂ. ജ്യൂസ് അടിക്കലാണ് മെയിൻ പണി. ഇപ്പം ഇന്നത്തെ നോമ്പോറാന്ന് വെച്ചാൽ ഈ ഫ്രൂട്ട്സ് ഉണ്ട്, ബത്തക്ക, മുന്തിരി, ആപ്പിള്, പിന്നെ മക്രോണി ഉണ്ട്, പിന്നെ കായ്പോള ഉണ്ട്. കായ്പോളല്ല കേട്ടോ, ഇത് ബ്രെഡും കായ്പോള പോലത്തെ ഒരു സംഭവമാണ്. പിന്നെ നല്ല ഇറച്ചിപ്പത്തിരി ഉണ്ട്, ഉമ്മാൻ്റെ സ്പെഷ്യൽ ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട്, കല്ലുമ്മക്കായ, പിന്നെ എപ്പോഴും പറയുന്ന പോലെ വത്തക്ക ജ്യൂസ്. പിന്നെ നമ്മുടെ കണ്ണൂർ കോക്ടെയിൽ റിച്ചു വേണമെന്ന് പറഞ്ഞിട്ട് കണ്ണൂർ കോക്ടെയിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ്. അപ്പോൾ ഇന്ന് രണ്ടാമത്തെ നോമ്പാണ്. ഇതാ നോമ്പ് തുറക്കാൻ ഏകദേശം ബാങ്കിൻ്റെ ടൈം ആയി കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ രാവിലെ ജോലിക്ക് പോകുന്നതുകൊണ്ട് പിന്നെ അങ്ങനെ ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ചു. പക്ഷേ രാവിലെ തന്നെ ഞാൻ അത്താഴത്തിന് ശേഷം അത്താഴെല്ലാം കഴിഞ്ഞ ശേഷം പിന്നെ കിടന്നുറങ്ങില്ല, നിസ്കരിച്ച് ഓതി അതെല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ എന്താക്കും, രാവിലെ തന്നെ ഏകദേശം പറ്റുന്ന രീതിയിൽ നോമ്പോറ ഉണ്ടാക്കി വെക്കുക കേട്ടോ. ഒന്നെങ്കിൽ ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ അങ്ങ് ജോലിക്ക് പോകാം. പിന്നെ ഇന്ന് ഉമ്മ ഒരു ഇറച്ചിപ്പത്തിരിയും കൂടി ഉണ്ടാക്കി വെച്ചു. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉമ്മാൻ്റെ ഇറച്ചിപ്പത്തിരി. അതുകൊണ്ട് ഉമ്മ പാവം കഴിയുന്നില്ലെങ്കിൽ കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉമ്മയോട് പറഞ്ഞ് വേറൊന്നും ഉണ്ടാക്കേണ്ട, ഒറ്റ ഒന്ന് മതിയായിരുന്നു. പക്ഷേ ഉമ്മ ഞാൻ വരുമ്പോഴേക്ക് പാവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഏകദേശം ഒരു 6:15 ആവട്ടെ ജോലി കഴിഞ്ഞിട്ട് വരാൻ വേണ്ടിയിട്ട്. പിന്നെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒന്നിനും സമയമുണ്ട്, ഒരു എന്താ പറയുക, ഒരു ഫ്രൂട്ട്സ് കട്ട് ചെയ്യാൻ പോലും സമയം ഉണ്ടാവില്ല കേട്ടോ. പക്ഷേ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ എൻ്റെ പൊന്നും മക്കളും എൻ്റെ ഉമ്മയും കൂടെയാണ് ഈ നോമ്പറെല്ലാം റെഡിയാക്കുന്നത് കേട്ടോ. ഞാൻ വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എൻ്റെ പൊന്നും മക്കളാണ്. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ ആയുസ്സും ആരോഗ്യം എൻ്റെ മക്കൾക്കും നിങ്ങളെ മക്കൾക്കും എല്ലാവർക്കും ഇട്ട് കൊടുക്കട്ടെ. പഠിച്ച റബ്ബ് അതിന് തൗഫീക്ക് നൽകട്ടെ കേട്ടോ. അപ്പോൾ ബാങ്ക് കൊടുത്തു, അപ്പോൾ നോമ്പ് തുറന്നു. ഞാൻ പക്ഷേ അങ്ങനെ ഒന്നും കടിയൊന്നും തിന്നാറില്ല, ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് മാത്രമേ കഴിക്കാറുള്ളൂ. അധികം ഫ്രൂട്ട്സാണ്. പിന്നെ മോൻ ഈ വീഡിയോയിൽ നിൽക്കില്ല കേട്ടോ, അതുകൊണ്ടാണ് ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാളെ കാണാം കേട്ടോ, നാളത്തെ നോമ്പ് പറയായിട്ട്.